എന്തൊക്കെയുണ്ട്? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇന്ന് മറ്റേ പഴയ വീട്ടിൽ പോയി ഒരു സാധനം എടുത്തോണ്ട് വരണം. ഇനിയും എന്താന്ന് വീട്ടിൽ പോയിട്ട് നോക്കാം. ബാ, ഇനിയുണ്ട്, ഒരെണ്ണം കൂടെ ഉണ്ട്. അയ്യോ, വീടൊക്കെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കേജൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഇരുന്നതാണ്. നേരത്തെ ഓർഡർ ചെയ്തതാണ്, പക്ഷേ വീട് ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്ത് കറക്റ്റ് ഈ സംഭവം വന്നു. ട്രക്ക് അവിടെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പിന്നെ പൊടിയൊന്നും ആകണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടി മറിച്ച് കളയണ്ട എന്നൊക്കെ വിചാരിച്ച് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടെങ്കിൽ പോന്നു. അവിടെ ആകുമ്പം ഒരു സ്റ്റോർ റൂമൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സേഫായിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഈ സംഭവം. നല്ല സൂപ്പർ പാക്കേജിംഗ് ആണ് ഇത്. nest_kannur.mattol ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത എൻ്റെ ബേർഡ്സിന് വേണ്ടിയുള്ള നെസ്റ്റിംഗ് ബോക്സുകളാണ്. ഞാൻ കുറേ നാളും കൊണ്ട് തപ്പി നടന്ന് ഒത്തിരി ബോക്സുകൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എന്ത് സംഭവം വെച്ചാലും ആഫ്രിക്കൻ ലവ് ബേർഡ്സ് അല്ലെ ഇതുങ്ങൾ ക്രിംസൺ കൊണ്ണൂറോ അല്ലെ സൺ കൊണ്ണൂറോ എല്ലാം കടിച്ച് പറിച്ച് കളയുകയാണ്. അപ്പോൾ ഞാൻ ഇവരോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, എനിക്ക് സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ സൈഡിൽ മെറ്റൽ എന്തെങ്കിലും ഇവർ കടിച്ച് പറിച്ച് കളയാത്ത രീതിയിലുള്ള ബോക്സ് വേണം എന്നും പറഞ്ഞ് അവരുടെ എനിക്കുണ്ടാക്കി തന്നതാണ് ഈ ബോക്സ്. കണ്ണൂരാണ് ഈ സ്ഥലം. ഇവരുടെ ഈ ബോക്സ് നല്ല സൂപ്പർ ബോക്സാണ്, ഒന്നും പറയാനില്ല, ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇനി നമുക്ക് വെച്ച് നോക്കുമ്പോൾ അറിയാം. എൻ്റെ പിള്ളേരായതുകൊണ്ട് പറയാൻ പറ്റത്തില്ല, എന്തും നടക്കും. സൺ കണ്ണൂറിനും ക്രിംസൺ കണ്ണൂറിനും ഉള്ള നെസ്റ്റിംഗ് ബോക്സാണ്. സൂപ്പറാണ്, ട്രൈ ചെയ്യുക. നല്ല സൂപ്പർ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള, എൻ്റെ പിള്ളേർ ഒന്നും കടിച്ചു പറിക്കാണ്ട് നല്ലൊരു മെറ്റീരിയലും കൊണ്ടുള്ളൊരു നെസ്റ്റ് ബോക്സ് വേണം. നമുക്ക് അവരുടെ കേജിലൊന്ന് വെച്ച് നോക്കാം. എൻ്റെ പിള്ളേരെ ഞാൻ എൻ്റെ കേജിനകത്ത് തന്നെ ഒരു സെപ്പറേഷൻ പാർട്ടീഷൻ പോലൊക്കെ ഉണ്ടാക്കി ഞാൻ അവരെ ഒരു കേജിൽ ലോക്ക് ചെയ്തൊക്കെ ഇട്ടേക്കുവാണ്. ഒരു ശകലം പോലും ഇഷ്ടമല്ല. പിന്നെ നമുക്ക് മറ്റേ പിള്ളേരുമായിട്ടൊക്കെ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കാതിരിക്കാനാണ്. ഫിറ്റ് ചെയ്ത് നോക്കാം അവരുടെ കേജിൽ. ഇതിനകത്ത് കയറുമോ അറിയത്തില്ല, കയറത്തില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും ഹോൾസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ നിന്നുള്ള സ്ക്രൂ അഴിച്ചു മാറ്റി അപ്പുറത്തെ സൈഡിൽ ഫിറ്റ് ചെയ്തിട്ട് ഇത് ബോക്സ് ഞാൻ പുറത്താണ് വെച്ചേക്കുന്നത്. ഏതായാലും സംഭവമൊക്കെ ഫിറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിനി നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. ഇതിനകത്ത് ഇനി വല്ല നെസ്റ്റിംഗ് മെറ്റീരിയൽ എന്തെങ്കിലും വെക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. ആരെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല. പിള്ളേർ ഹാപ്പി, ഞാനും ഹാപ്പി. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. മറ്റേ 2 ബോക്സുകളും ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിൽ എനിക്ക് അടിയായിരിക്കും. അപ്പോൾ ബൈ ബൈ.